എടാ അപ്പൊ നാളെ ജോയിൻ ചെയ്യുമ്പോ ഇന്ന് ജോയിൻ ചെയ്യണ പോലെ എഴുതിയാ പോരെ? നോക്ക് കള്ളത്തര പറഞ്ഞു തരുന്നു നോക്ക്. വേണ്ടത് നാട്ടിലെ ഒരു കമ്പനിയല്ല അത്. അല്ല എനിക്കതല്ല മനസ്സിലാവാത്തത്. അവര് പറഞ്ഞു കേട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് അങ്ങോട്ട് പോകായിരുന്നില്ലേ? അമ്മ ബ്ലോക്കാണ്, വണ്ടികൾ നിറഞ്ഞു നിൽക്കില്ലേ. എടാ അപ്പൊ പറയണം എനിക്ക് ജോലിക്ക് പോകണമെന്നുള്ളത് പറയണം. എന്ത് വിവരക്കാരാണ് ഈ പറഞ്ഞത്? അവരുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞ കാര്യം? നല്ല കാര്യമുണ്ട്. അല്ലേ സകുനം നോക്കിയിട്ടാണല്ലോ നിങ്ങളെ ഞാൻ പറഞ്ഞു. മിണ്ടാതിരുന്നോട്ടൊരു ശകുനം. ഈ മേലാല് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. അല്ല മോനെ നാളെ പോയാലോ? നാളെ 15-ാം തീയതി ഒന്ന് നോക്കട്ടെ. 15-ാം തീയതി വലിയ കുഴപ്പമില്ല തോന്നുന്നില്ലേ? നാളെ പോവാ. 15-ാം തീയതി അല്ല എങ്ങനെയാണ്? 15-ാം തീയതി അല്ലേ ആമക്കാവിലെ പൂരാവും. നന്നായി അസലായിരുന്നു. ഇവിടുന്ന് കടക്കാൻ പറ്റില്ല. 101 ആനയാണ്. 8 മണിക്കൂർ റോഡ് ബ്ലോക്കാണ്. എന്നാ പിന്നെ 16-ാം തീയതിയോ? 16-ാം തീയതി നമ്മൾ പറഞ്ഞത് ആ യാത്രയാണ്. അപ്പൊ ഇന്നൊരു യാത്ര കഴിഞ്ഞതല്ലേടാ? അമ്മ ഇന്നൊരു പാർട്ടി, അത് വേറെ പാർട്ടി. എടി എല്ലാ പാർട്ടിക്കാരും ഇപ്പൊ യാത്രയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മനുഷ്യനെ മെനക്കെടുത്താൻ. എന്നാ പിന്നെ 17-ാം തീയതിയുടെ കാര്യോ? 17-ാം തീയതി പറ്റില്ല. 17-ാം തീയതി നമ്മുടെ ഇവിടുത്തെ പള്ളി പെരുന്നാളല്ലേ. അയ്യോ അത് മറന്നുപോയി. രാവിലും വെടിക്കെട്ട് രാത്രിയും വെടിക്കെട്ട്. ഒരു ദിവസം അങ്ങോട്ട് പോയി. അല്ല വേറൊരു കുഴപ്പമുണ്ടെന്നേ. 18-ാം തീയതി ചെറുക്കന് ജോയിൻ ചെയ്യേണ്ടത്. അതെ ഇനി ഒന്നും നോക്കണ്ട അമ്മ. 18-ാം തീയതി നമുക്ക് രാവിലെ നേരത്തെ പോവാം. അതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ നേരത്തെ പോയ പോലെ. പിന്നെ പറയും നാളെ രാവിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇനി 18-ാം തീയതി പോയാൽ മതി. ശരി 18-ാം തീയതി പോകാം. 18-ാം തീയതി പോകാൻ നല്ലത്. അതിനാണ് നല്ലത്. നമുക്ക് നല്ല നേരത്തെ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. എന്റെ പൊന്നു മോനെ നീ കിടന്ന് ഉറങ്ങി പോകരുത്. നേരത്തെ ഇങ്ങ് വന്നേക്കണം. ഇനിയിപ്പോ ഞാൻ വരാണ്ടാണ്. അതിന് നീ 17-ാം തീയതി ഇവിടെ പോരാ. ഇവിടെ കടന്നാ മതി. ആയിക്കോട്ടെ. എനിക്ക് എടുത്തു വെക്ക്. എന്നാലും എന്റെ സുഖമായിട്ട് ഈ രാഷ്ട്രീയക്കാരുടെ യാത്രയെ കുറിച്ച് കുഴപ്പങ്ങളേ എന്ത് പറയാ. ആരാ അവിടെ ബല്ലടിക്കുന്നത്? ഞാനാ സുധേട്ടാ, പാരിജാതൻ. അങ്ങോട്ട് പോരെ അങ്ങോട്ട് പോരെ. സുധേട്ടാ എന്താണ് ഇന്നേരത്ത്? യാത്രയല്ലേ യാത്ര. കാശിക്കോ? കാശിക്കല്ല, നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റ് ജനവിമോചന യാത്ര തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ പഞ്ചായത്തിൽ എത്താൻ നേരത്ത് ഗംഭീര സ്വീകരണം കൊടുക്കണം. എന്ത് ചെയ്യാതെ? ജനവിമോചന യാത്ര. അതെന്താ ജനങ്ങളൊക്കെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്? കെട്ടിയിട്ടതല്ല, വിലക്കയറ്റം തടയുക, അഴിമതി നിയന്ത്രിക്കുക, പിന്നെ അവഗണക്കെതിരെ അതൊക്കെ ആ ജാഥയിൽ പെടും. ഇതിനൊക്കെ നല്ല ചെലവുണ്ടേ. ഞങ്ങളിപ്പോ ഒരു യാത്രയുടെ ക്ഷീണത്തിലാ. നമ്മുടെ യാത്ര നമ്മുടെ പഞ്ചായത്തിൽ വരുമ്പോഴേ ഗംഭീര സ്വീകരണം കൊടുക്കണം, ഒരു തുകയും പിരിച്ചു കൊടുക്കണം. ഇത് ഉദ്ദേശിച്ചിടത്തൊന്നും ചെലവുകൾ നിൽക്കൂലേ, നല്ല ചെലവാണിത്. അത് ശരിയാണ്, യാത്രയ്ക്കൊക്കെ നല്ല ചെലവാ. ട്രെയിൻ ചാർജൊക്കെ കാശ് കൂട്ടിയല്ലോ ഇപ്പോ. ആ ചെലവല്ല സൂതേട്ടാ, നമ്മുടെ യാത്രയുടെ ചെലവേ. ഉണ്ണി നീ ആ റെസീറ്റ് ബുക്ക് എടുത്ത് കൊടുത്തേ. സൂതേട്ടന് ഇഷ്ടമുള്ള എഴുതിക്കോ, ഇന്നതെന്നൊന്നും നമുക്കില്ല. പിരിവാണ്. പേനയും കൊടു. ഭയങ്കര കഷ്ടപ്പെട്ട കാര്യം. രാഷ്ട്രീയക്കാരുടെ പിരിവ്, ഉത്സവത്തിന്റെ പിരിവ്, എല്ലാം രാജ്യത്തിന് വേണ്ടിയല്ലേ സൂതേട്ടാ. അയ്യോ 7-ന്റെ പൂജ ഇടാൻ മറന്നുപോയി. നീ ഒരു പണി, ഒരു 3 പൂജ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അത് ഞാൻ മറന്നൊന്നല്ല. ഇത് പിടിക്ക്. 7 ഉറുപ്പ്യന്റെ ഉള്ളൂ കേട്ടോ. അവിടെ വരുന്നവർക്കൊക്കെ 7 ഉറുപ്പ്യ കൊടുക്കുക. താൻ്റെ ആളെ കളിയാക്കി 7 രൂപ. എന്റെ വീട്ടിൽ വന്ന് ഞാൻ തന്ന കാശ് എന്റെ മുഖത്തേക്ക് അറിയും. ഇറങ്ങിയോളൂ താനേ. ആ 7 രൂപക്ക് മൂക്കിപ്പൊടി മേടിച്ചു വലിക്കും ബുഡ കളവൻ. എനിക്കിഷ്ടമുള്ളത് ഞാൻ വാങ്ങി മേടിക്കും. ഒരു നാഷണൽ പാർട്ടിക്കാണോട് 7 രൂപ എന്റെ കുടുംബത്തിൽ കയറി കാണിച്ചു തരാം. പുറത്തേക്ക് വരൂലേ, കുടുംബത്തെ തന്നെ ഇരിക്കൂല. 2 ബോംബ് വെച്ചിട്ട് പോയിരുന്നു. നിന്നെ സത്യശീല പാരിജാതനെ പിടിക്ക്. 1 ഉറുപ്പ്യ കാണാനില്ല. ആ 10 കട്ടുണ്ടാവും.